ലോയേഴ്സ് കോൺഗ്രസ് മുൻ പ്രസിഡന്റിനെതിരെയുള്ള പീഡന പരാതി വ്യാജം. ആലുവ സ്വദേശിയായ നടിയാണ് പരാതി നൽകിയിരുന്നത്. പരാതിക്ക് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന് പോലീസ് കണ്ടെത്തി. കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 7 പീഡന പരാതികളായിരുന്നു നടി നൽകിയിരുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള പീഡന പരാതി, അത് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില ചലച്ചിത്ര താരങ്ങൾക്കെതിരെ നൽകിയ പരാതിക്കൊപ്പമായിരുന്നു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയും പരാതി ഉയർന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് പദവിയുടെ രാജിയിലേക്ക് വരെയും കാര്യങ്ങളെത്തുന്നു. പിന്നീട് ഈ നടി പരാതിയെല്ലാം പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്താണ് വ്യക്തമാക്കുന്നത്? ഈ പീഡന പരാതി വ്യാജമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയാണ് നടി തന്നെ പീഡനത്തിന് ഇരയാക്കി, അതുപോലെ മറ്റൊരു നിർമ്മാതാവിൻ്റെ മുറിയിലേക്ക് തന്നെ കടത്തിവിട്ടു എന്നുള്ള പരാതിയുമായി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയത്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഈ നടി നൽകിയത്, ആലുവ സ്വദേശിനിയായി ഈ നടി നൽകിയത് 7 പരാതിയാണ്. മുകേഷ് MLA, ജയസൂര്യ, അതുപോലെ ഇടവേള ബാബു, ബാലചന്ദ്രമേനോൻ തുടങ്ങി നിരവധി നടന്മാർക്കെതിരെ പരാതി നൽകുന്നു. ഈ പരാതിയിന്മേലുള്ള അന്വേഷണത്തിനിടയിലാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ പരാതി നൽകുന്നത്. ആ സമയത്ത് അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഈ പരാതിയെ തുടർന്ന്, പീഡന പരാതിയെ തുടർന്ന് അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. വളരെയേറെ ചർച്ച ചെയ്തൊരു കേസ് തന്നെയാണ്. ആ കേസിലാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്, പരാതി വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കണ്ടെത്തലിനെ തുടർന്ന് നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ നടി ഈ പരാതികളെല്ലാം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും പരാതി വ്യാജം എന്നുള്ള കണ്ടെത്തലാണ് പോലീസിൻ്റേത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ അന്വേഷണ സംഘം SIT ഹാജരാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടായേക്കുമോ എന്നുള്ളത് ഇക്കാര്യത്ത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പരാതി വ്യാജ പരാതിയാണ്, വ്യാജ പീഡന പരാതിയാണ് നടി നൽകിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഒരു ഇടം എന്നുള്ള നിലയിൽ, അത്തരം ഒരു അവസരം എന്നുള്ള നിലയിലുള്ള സാഹചര്യത്തെ എല്ലാം ദുരുപയോഗപ്പെടുത്തി എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിരവധി സാഹചര്യങ്ങൾ, നിരവധി ഈ നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ആരോപണങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ സാഹചര്യമായിരുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ട 7 പരാതികളായിരുന്നു ഇവർ നൽകിയിരുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യമായിരുന്നു ഈ നടന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. MLA മുകേഷ് ആകട്ടെ, അതല്ലെങ്കിൽ ജയസൂര്യ ആകട്ടെ, ബാലചന്ദ്രമേനോൻ ആകട്ടെ, തുടങ്ങിയ ഇടവേള ബാബു ആകട്ടെ, തുടങ്ങിയ ആളുകൾക്കൊക്കെ എതിരെയും ഇവർ പരാതി ഉന്നയിച്ചിരുന്നു. ആ ഒരു പരാതിയിൽ ഒക്കൊപ്പമാണ്, 7 പരാതികൾക്കൊപ്പമാണ്. അതുതന്നെയാണ് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്ന് കൊട്ടിഘോഷിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ഇരകൾക്ക് നീതി കിട്ടുമെന്നൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആ അന്വേഷണങ്ങളെല്ലാം എങ്ങുമെത്താത്ത സാഹചര്യമായി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഈ താരങ്ങൾക്കെതിരെ, സിനിമാ താരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന എല്ലാ പരാതികളുമേലുള്ള അന്വേഷണവും അവസാനിപ്പിച്ച മട്ടല്ലേ ആജ്ഞ? ഏതാണ്ട് അങ്ങനെ തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ചും ടോം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമാണ് സിനിമാ മേഖലയിലെ ഇത്തരം ലൈംഗിക അതിക്രമങ്ങളും തൊഴിൽ പീഡനങ്ങളും അഡ്രസ് ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3-അംഗ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റിക്ക് മുൻപാകെ ഈ സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ, നിരവധി സ്ത്രീകൾ തങ്ങൾക്ക് നേരിടുന്ന സാഹചര്യങ്ങളൊക്കെ, ഇത്തരം ലൈംഗിക അതിക്രമങ്ങളാകട്ടെ, തൊഴിൽ പീഡനങ്ങളാകട്ടെ, ഇതൊക്കെ കമ്മീഷന് മുൻപാകെ പറയുകയും ചെയ്ത സാഹചര്യം. പക്ഷെ അപ്പോഴൊന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അന്നൊക്കെ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നുള്ള ഉറപ്പോടുകൂടിയായിരുന്നു കമ്മിറ്റിക്ക് മുൻപാകെ ഇവരൊക്കെ തുറന്നു പറച്ചിൽ നടത്തിയിരുന്നത്. പക്ഷെ തുടർന്ന് വിവരാവകാശ വഴി ഇത് ആവശ്യപ്പെടുകയും അതേസമയം പരാതിക്കാരുടെ പേരുകളൊക്കെ മറച്ചുവെച്ച് നൽകാൻ, വിവരാവകാശ പ്രവർത്തകർക്ക് അല്ല ആവശ്യപ്പെട്ടവർക്ക് നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രാധാന്യം വരുന്നതും അതേസമയം ഈ കമ്മിറ്റിക്ക് മുൻപാകെ പരാതി
ഉന്നയിച്ചിട്ടില്ലാത്ത ആളാണ് ഈ ആലുവ സ്വദേശിനിയായ നടി. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും, അതായത് ഹേമ കമ്മിറ്റി രൂപീകരിച്ച് അതിനുമുന്നിൽ പരാതികൾ കേട്ട ശേഷം ആ പരാതികളുടെ ഒരു ക്രോഡീകരണമൊക്കെ കഴിഞ്ഞ ശേഷവും അതിനൊക്കെയും ഇടയിൽ പോലും പരാതി നൽകാത്ത ഒരു സ്ത്രീയായിരുന്നു ഈ പരാതിക്കാരി എന്നുള്ള ആരോപണം ആ സമയം മുതലേ വളരെ ശക്തമാണ്. അവരെന്തുകൊണ്ട് ആ സാഹചര്യത്തിൽ പറഞ്ഞില്ല? പക്ഷേ ഇത്തരം ഒരു അവസരം അവർ മുതലെടുക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ വിവിധ ആളുകളുടെ, വിവിധ വിമർശകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ 7 പരാതികൾ അവർ നൽകിയിരുന്നു. നടൻ ജയസൂര്യക്കെതിരെ, അല്ലെങ്കിൽ MLA മുകേഷ് MLAക്കെതിരെ, അതുപോലെ ഇടവേള ബാബുവിനെതിരെ, ബാലചന്ദ്രൻ മേനോനെതിരെ, അങ്ങനെ ഈ ചന്ദ്രശേഖരനെതിരെ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ, അങ്ങനെ 7 പരാതികളായിരുന്നു അവർ നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കോടതിക്ക് മുൻപാകെയും അന്വേഷണ സംഘത്തിന് മുൻപാകെയും നിരവധി തവണ ഈ നടന്മാരും പരാതിക്കാരിയും ഹാജരാകുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും ടോം സൂചിപ്പിച്ചതുപോലെ പരാതി പിൻവലിക്കുന്ന സാഹചര്യമായിരുന്നു പിന്നീട് ഉണ്ടായത്. അത്തരം ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വന്നുള്ള പരാതികളൊക്കെ അതിലൊന്നും നടപടി എടുക്കാതെ, അതല്ലെങ്കിൽ അത് അത്തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോയിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഈ പരാതി വ്യാജമാണ് ആലുവ സ്വദേശിന് നൽകിയിരുന്ന പരാതി, പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതി, അതായത് ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ നൽകിയ പരാതി വ്യാജമെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്.